ഹലോ, നമുക്ക് നാട്ടിൽ തുടങ്ങി വിജയിപ്പിക്കാവുന്ന ഒരു ബിസിനസ് ആശയത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോണത്. വേറെ ഒന്നുമല്ല, ബെഡ്ഷീറ്റിൻ്റെ ബിസിനസ്സാണ്. ബെഡിങ് ആൻഡ് ബാത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ റിവ്യൂസും ഏറ്റവും കൂടുതൽ പർച്ചേസും നടക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്, ഒരു കാറ്റഗറിയാണ് ബെഡിങ് ആൻഡ് ബാത്തിങ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ബെഡ്ഷീറ്റുകൾ, അതായത് ഫ്ലാറ്റ് ബെഡ്ഷീറ്റുകൾ ഉണ്ടല്ലോ, ഒരു ബെഡ്ഷീറ്റ് 2 പില്ലോ കവർ എന്നുള്ള ആ ഒരു സെറ്റ് ഉണ്ടല്ലോ, അത് ധാരാളം സെയിൽ ഓൺലൈനിൽ ആമസോൺ ആവട്ടെ ഫ്ലിപ്കാർട്ട് ആവട്ടെ ധാരാളം സെയിൽ നടക്കണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ നാട്ടിൽ വന്നിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെഡിങ് ആൻഡ് ബാത്തിങ്ങിൻ്റെ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. ബെഡിങ് ആൻഡ് ബാത്തിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ബ്രാൻഡുകളൊന്നും അങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളില്ല. നിങ്ങൾക്ക് ബെഡിങ് ആൻഡ് ബാത്തിങ്ങിൻ്റെ സെക്ഷനിൽ ഒരു റീറ്റെയിൽ ബ്രാൻഡായിട്ട് മാറാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു റീറ്റെയിൽ ബ്രാൻഡായിട്ട് മാറും. റീറ്റെയിൽ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് തന്നെ അവിടെ സെല്ല് ചെയ്യണമെന്നില്ല. ഇപ്പോൾ വാൾമാർട്ട് റീറ്റെയിൽ ബ്രാൻഡാണ്, അവരുടെ ഓൺ പ്രൊഡക്റ്റ് അല്ല അതിൻ്റെ അകത്തിരിക്കുന്നത്, മറ്റ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ ആ ഷോപ്പ് തന്നെയാണ് നിങ്ങളുടെ ഒരു ബ്രാൻഡ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു റീറ്റെയിൽ ബ്രാൻഡ് ആവാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു സിറ്റിയിൽ അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സിറ്റിയിലേക്ക് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സെയിം ബിസിനസ് മോഡൽ. എന്തുകൊണ്ട് ഞാൻ ബെഡിങ് ആൻഡ് ബാത്തിങ് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പർച്ചേസിങ് നല്ല വോളിയത്തിൽ പർച്ചേസ് നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അധികം നമുക്ക് സ്ത്രീകളായിരിക്കും കസ്റ്റമേഴ്സായിട്ട് വരാം. ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ ബാത്ത് ടവൽസ്, റഗ്സ്, അതുപോലെ തന്നെ ബാത്റൂം മാറ്റുകൾ, പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കണുണ്ടല്ലോ, വെള്ളം വലിച്ചെടുക്കുന്ന മാറ്റുകൾ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ സെയിൽ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലത്തുള്ള ഹോം പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് വീട് അലങ്കരിക്കുക, വീട് വൃത്തിയാക്കുക, വീട് എപ്പോഴും ഇങ്ങനെ റെനോവേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. അതായത് ഡിമാൻഡ് ഉണ്ട് ആ ഒരു മേഖലയിൽ. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അത് കാണാൻ പറ്റില്ല. അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ വലിയ വീടെല്ലാം വെക്കുക. പക്ഷെ നമ്മൾ ഇവിടെ, നിങ്ങൾ ഡൽഹിയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഭയങ്കര മില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ വളരെ ചെറിയ റൂമിലൊക്കെ, ചെറിയ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. അവർ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്തെ ഇവിടുത്തെ ഒരാളൊക്കെ റിച്ച് ആയിരിക്കും അവർ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സിറ്റി ആയതുകൊണ്ടും അവരുടെ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗം അല്ലാത്തത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു മിനിമം ഒരു എന്താ പറയുക, അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കൊക്കെ വന്നാൽ തന്നെ വലിയ വീടുകളെല്ലാം വെക്കുന്നൊരു രീതി നമുക്കുണ്ട്. അതായത് പലരും അവരുടെ ലൈഫ് സേവിങ്സ് കംപ്ലീറ്റ് ഇൻവെസ്റ്റ് ചെയ്യണത് തന്നെ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കേരളത്തിൽ എപ്പോഴും ഡിമാൻഡുള്ളൊരു സംഗതിയാണത്. നമ്മൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം, വീട് വെക്കണം വേണ്ടി അതൊന്നുമല്ല, ബിസിനസ്സാണ് ഇവിടെ പറയണത്. അവിടെ നമുക്ക് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്. ഹോം പ്രൊഡക്റ്റുകൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. സ്ത്രീകളായിരിക്കും അധികം നമുക്ക് കസ്റ്റമേഴ്സായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, നിങ്ങളൊരു പ്രവാസിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഡിങ് ആൻഡ് ബാത്തിങ് സെഗ്മെൻറ്റിൽ ഒരു റീറ്റെയിൽ ബ്രാൻഡ് പോലെ തുടങ്ങാനായിട്ട് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്യാൻ നേരത്ത് സ്ത്രീകൾ അധികവും പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ ഒരു സിറ്റി നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ലോക്കൽ സിറ്റിയിലാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ സിറ്റിയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യണത് ഏത് ഏരിയയിലാണ്? ചിലപ്പോൾ അവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ത്രീ കസ്റ്റമേഴ്സിൻ്റെ ഫുഡ് ട്രാഫിക് കൂടുതലുള്ള മേഖല ഏതാണെന്ന് നിങ്ങൾ പഠിച്ചിട്ട്, ഓരോ സിറ്റിയിലും ഓരോ പ്രദേശം ഉണ്ടാവും, അവിടെ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങാൻ നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാൽനടക്കാരുണ്ടല്ലോ, നമ്മളുടെ മെയിൻ കസ്റ്റമേഴ്സ് എപ്പോഴും സ്ത്രീകളായിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ തുടങ്ങാൻ നേരത്ത്. അപ്പോൾ അവർ കാൽനടക്കാർ കണ്ടിട്ട് നമുക്ക് എക്സ്ട്രാ മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ, അഡീഷണൽ മാർക്കറ്റിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഷോപ്പ് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇതേപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ ഒരെണ്ണം മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ നോക്കരുത്, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കണം. ഇപ്പോൾ ഒരു സിറ്റിയിൽ അത് വർക്കൗട്ടായെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് അത് പെട്ടെന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്യുക, അങ്ങനെ മൾട്ടിപ്പിൾ ചെയിൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കണം. പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കണം. ഇനി ബെഡിങ് ആൻഡ് ബാത്തിങ് ഈ സെഗ്മെൻറ്റിൽ ബെഡ്ഷീറ്റ്സ്, ഇതേപോലെ തന്നെ ബാത്ത് ടവൽസ്, ഇതേപോലത്തെയൊക്കെ പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതിൻ്റെ റോ മെറ്റീരിയൽ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. കോട്ടൺ ആയിരിക്കും റോ മെറ്റീരിയൽ, നാച്ചുറൽ ഫൈബർ ആയിട്ടുള്ള കോട്ടനാണ് റോ മെറ്റീരിയൽ വന്നത്. ഇത് നമുക്ക് ചൈനയെ ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളിൽ കുറച്ചാണ്. അതായത് റോ മെറ്റീരിയലിനോ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനോ ഒന്നും തന്നെ നമുക്ക് ചൈനയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ തന്നെ ഇതെല്ലാം അവൈലബിൾ ആണ്. കോട്ടൺ അതായത് ഗാർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണുള്ളൂ ഇതെല്ലാം. അപ്പോൾ എന്താ ചൈനയെ ആശ്രയിച്ചില്ലെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബെനിഫിറ്റുകളുണ്ട്. ഒന്ന്, നമ്മുടെ ഷിപ്പിങ്ങൊന്നും അത്ര വലിയ ഡിലേ ആവില്ല. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ്ങിന് സാധ്യതയുണ്ട്. ഇതെല്ലാം ലേറ്റർ സ്റ്റേജിലേക്കുള്ളതാണ്. തുടക്കം തന്നെ നിങ്ങൾ ചെറുതായിട്ടൊരു ഷോപ്പ് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെഗ്മെൻറ്റ് പിടിക്കുക. ഒരുപാട് കോമ്പറ്റീഷനുള്ള സെഗ്മെൻറ്റ് നിങ്ങൾ പിടിക്കാതിരിക്കുക. എന്നാൽ അതേപോലെ ഒട്ടും കോമ്പറ്റീഷൻ ഇല്ലാത്തതും എടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഒട്ടും കോമ്പറ്റീഷൻ ഇല്ലാത്തതെന്ന് പറയാൻ നേരത്ത് ചിലപ്പോൾ അവിടെ ഡിമാൻഡ് ഇല്ലാത്തതിൻ്റെ സൂചനയുമായിരിക്കാം. ഇപ്പം ഇതിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലെല്ലാം ഒരുപാട് റിവ്യൂസ് കാണാൻ പറ്റും. വലിയ പർച്ചേസ് വോളിയം ഓൺലൈനിൽ നമ്മളിതിന് കാണുന്നുണ്ട്. ബെഡിങ് ആൻഡ് ബാത്തിങ് ആയിട്ടുള്ള ഈ ബെഡ്ഷീറ്റുകൾ, അതേപോലെ തന്നെ ബാത്ത് ടവൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഡിമാൻഡ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ ഒരു റീറ്റെയിൽ ബ്രാൻഡായിട്ട് മാറാനായിട്ട് സാധിക്കും. പിന്നെ ബെഡ്ഷീറ്റിൻ്റെ ഇത്തരം പ്രൊഡക്റ്റുകളുടെയൊക്കെ വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ഓർഡറുകൾ ഒരുപാട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ബെഡ്ഷീറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക എന്നുള്ളത് ഒരു ഹൈജീൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അതൊരു ഹൈജീനാണ്. ബെഡ്ഷീറ്റ് അങ്ങനെ ഒരുപാട് കാലം ഉപയോഗിക്കില്ല, അത്ര നല്ലതല്ല. നല്ല നല്ല ബെഡ്ഷീറ്റുകൾ, പുതിയ മോഡൽസ് വരാൻ നേരത്ത് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്, കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒരു വീട്ടിൽ ഒന്നിലധികം ബെഡ്ഷീറ്റ്സുകൾ, അതേപോലെ തന്നെ ഒന്നിലധികം ബാത്ത് ടവൽസൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടും. വരുന്ന ഒരു കസ്റ്റമർ ഒന്നിലധികം പ്രൊഡക്റ്റ് എടുക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു കാറ്റഗറിയും കൂടിയാണിത്. ഇനി ഇത് നിങ്ങൾക്ക് ഓൺലൈനിലും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും വലിയ വെയിറ്റ് വന്നില്ല. വെയിറ്റ് വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിലൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. വെയിറ്റ് വന്നില്ലെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും. 100 രൂപയുടെ താഴെ, 60 രൂപയുടെ ഒക്കെ താഴെ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൺലൈനിലൂടെ നമുക്കിതിന് സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ അധികം ഞാൻ കണ്ടേക്കണത്, ഇപ്പോൾ ഞാൻ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഡൽഹിയിൽ പോയിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം, ഈ 3 മാസത്തിന് മുമ്പ് കഴിഞ്ഞ കൊല്ലം കംപ്ലീറ്റ് മാർക്കറ്റുകളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നൊന്നുമല്ല, ഒരു 10-30 വീഡിയോസ് മാർക്കറ്റുകളുടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലില്ല, പാനിപ്പത്ത് മേഖലയിലൊക്കെയാണ് ഇത് അധികം മാനുഫാക്ചറിങ് ഞാൻ കണ്ടേക്കണത്. ഞാൻ പാനിപ്പത്ത് പോയിട്ടുണ്ട്. പാനിപ്പത്ത് അവിടെയൊക്കെ മാനുഫാക്ചറിങ് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗുജറാത്തിലെ അഹമ്മദാബാദ് ഉണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ, തമിഴ്നാട് പ്രൊഡക്ഷൻ ഉണ്ട്. ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ അധികം കണ്ടേക്കണത് നമ്മുടെ പാനിപ്പത്ത്, അതുപോലെ തന്നെ ജയ്പൂർ, രാജസ്ഥാനിലെ ജയ്പൂരാണ് പിന്നെ ഉള്ള ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കണ്ടേക്കണത്. അപ്പോൾ ഇന്ത്യ മാർട്ടൊക്കെ വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാം, തുടക്കത്തിലൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തന്നെ എടുക്കാം. ഈ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഈ ഇത്തരം ഉത്തരേന്ത്യയിലേക്ക് പോകാതെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലെ ഹോൾസെയിലേഴ്സിന് ഓൾറെഡി അറിയാം നമ്മുടെ നാട്ടിൽ എന്താണ് കൂടുതൽ വിറ്റ് പോകണമെന്നുള്ളത്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററായിരിക്കും തുടക്ക സമയത്ത് തന്നെ. അതല്ല നിങ്ങൾക്ക് കുറേ കൂടി വിലക്കുറവിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പതിയെ എക്സ്പാൻഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇനീഷ്യലി നമുക്ക് കുറച്ചൊക്കെ ഏത് ബിസിനസ്സിലാണെങ്കിലും നഷ്ടം വരും. നമ്മൾ ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് എന്ന് പറയുമല്ലോ, ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി മിസ്റ്റേക്ക് വരുത്തി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതെല്ലാ ബിസിനസ്സിലും ഉള്ളതാണ്. എന്നതുപോലെ തന്നെ ഈ ബിസിനസ്സിലും അതുണ്ടാവും. അപ്പോൾ കുറച്ച് പഠനത്തിന് കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം. കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നാൽ തന്നെ ചിലപ്പോൾ കുറച്ച് ഡെഡ് സ്റ്റോക്ക് വരും. പക്ഷെ അടുത്ത തവണ നമ്മളത് തിരുത്തും. കാരണം അത്തരം ഡിസൈൻസ് കേരളത്തിൽ പോകില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ഷോപ്പാണോ തുടങ്ങാൻ പോകുന്നത്, എന്തും ആയിക്കോട്ടെ, ഞാനിപ്പോൾ ബെഡിങ് ആൻഡ് ബാത്തിങ് ആവണമെന്നില്ല, ഏത് ഷോപ്പാണ് തുടങ്ങാൻ പോകുന്നത്, ആ ഷോപ്പ് ഓൾറെഡി നടത്തുന്ന ആളുകൾ എത്തരത്തിലുള്ള ഡിസൈൻസൊക്കെയാണ് ഡിസ്പ്ലേ ഇട്ടേക്കണേന്ന് നോക്കാം. നിങ്ങൾ ചുമ്മാ ഒന്ന് സിറ്റിയിലൂടെ ഒന്ന് കറങ്ങി, ഇപ്പോൾ പെൺകുട്ടികളുടെ കുർത്തീസ്, ചുരിദാർ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഓൾറെഡി അത് സെല്ല് ചെയ്യുന്നവർ എത്തരത്തിലുള്ള ഡിസൈൻസൊക്കെയാണ്, എന്തൊക്കെ മോഡൽസാണ് അവർ ഡിസ്പ്ലേ ഇട്ടേക്കണേന്ന് നോക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ഐഡിയ കിട്ടും അവരെന്ത് വിലയ്ക്കാണ് വിൽക്കുന്നത്.
അപ്പോൾ കുറേയൊക്കെ മിസ്റ്റേക്കുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഏതാണ് എന്ന് നോക്കാം. അതിന് ആമസോൺ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആമസോൺ ഇന്ത്യ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡിങ് ആൻഡ് ബാത്തിങ് ഈ സെഗ്മെൻറ്റിൽ. അങ്ങനെ ഒരുപാട് ആളുകളൊന്നും എടുത്ത് ചാടി ചെയ്യണ ഒരു മേഖലയല്ല ഇത്. അത്ര വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ചെയ്യണവർക്ക് ചെയ്യാം. ഞാൻ ഓൺലൈനിലെല്ലാം നോക്കിയപ്പോൾ ഡിമാൻഡും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, സെയിൽ നടക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പിന്നെ എല്ലാ ബിസിനസ്സിലും റിസ്ക് ഉണ്ട്. ബിസിനസ് പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ ചെയ്തു നോക്കാം. ബെഡിങ് ആൻഡ് ബാത്തിങ് അവിടെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.